5 കൊല്ലത്തിന് ശേഷം വീണ്ടും ആലപ്പുഴയിലേക്ക്. അല്ല, ആലപ്പുഴ എന്ന് പറഞ്ഞാൽ ഒരു ഗൃഹാതുരത്വം തരുന്ന ഒരു നാടാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ തുറന്നു പറയാം, ഞാൻ കാസർഗോഡ് 91 ആദ്യം മത്സരിച്ചു. ചെറിയ വോട്ട് തോറ്റു, 3400 കൊണ്ട്. ആ പാർലമെന്റ് കൊച്ചു പയ്യനായിരിക്കും മത്സരിച്ചത് പെട്ടെന്ന്. പിന്നീട് എനിക്കൊരു പാർലമെന്റിലേക്കുള്ള ഒരു അവസരം എന്ന് പറയുന്നത് ആലപ്പുഴയിലാണ്. പലരും പറഞ്ഞു പുന്നപ്രവചാരണ നാടാണ്, ഒരു എങ്ങനെ കണ്ണൂരുകാരൻ വന്നിട്ട് അത് കിലോമീറ്ററുകൾക്ക് ഇപ്പുറം വന്നിട്ട് എങ്ങനെ ജയിക്കും. പക്ഷേ ഇലക്ഷൻ്റെ പ്രചരണം കഴിഞ്ഞിട്ട് എന്നോട് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, അന്നത്തെ മുഖ്യമന്ത്രി AK ആന്റണിയാണ്. ഞാൻ അദ്ദേഹത്തെ കാണാൻ പോയി തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട്. അദ്ദേഹത്തിൻ്റെ സ്മൃതി ശൈലിയിൽ എന്ത് പറ്റി വീണു എന്നാണ് എന്നോട് പുള്ളി ചോദിച്ചത്. അപ്പോൾ എന്താണ് പ്രസിഡന്റിനെ ഞാൻ വിളിക്കാറുള്ളത്? അല്ല, റിപ്പോർട്ട് മോശമാണല്ലോ ആലപ്പുഴയിൽ. അപ്പോൾ ഇൻ്റലിജൻസ് കൊടുക്കുന്ന റിപ്പോർട്ട് അനുസരിച്ച് ഞാൻ തോക്കുന്നതാണ്. ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ ഞാൻ 5000 വോട്ടിന് ജയിച്ചു. പിന്നീട് ഇങ്ങോട്ട് എനിക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നില്ല ആലപ്പുഴയിൽ. അപ്പോൾ അവിടെ ജയാപജയങ്ങളെക്കാളെ ഞാൻ കാണുന്നത് പ്രസിഡന്റ് ജയവും തോൽവിയൊക്കെ ഉണ്ടാവും, രാഷ്ട്രീയത്തിലുണ്ടാവും. പക്ഷെ അവിടുത്തെ ജനങ്ങൾ നൽകുന്ന സ്നേഹം, അത് പ്രത്യേകിച്ച് പാവപ്പെട്ടവർ, ആ പാവപ്പെട്ട അവരുടെ ഇടയിൽ പോകുമ്പം അവരുടെ സങ്കടങ്ങളുണ്ടാവും, പ്രയാസങ്ങളുണ്ടാവും. പ്രശ്നം നമ്മളതിനകത്ത് ഒരാളായിട്ട് മാറുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു വല്ലാത്തൊരു സ്നേഹമുണ്ട്. അതിൽ ആരായാലും വീണു പോകും, ഞാനായാലും വീണു പോയി എന്നത് സത്യം. പിന്നീട് ഇങ്ങോട്ടുള്ളത് CPM-കാർ പറയുന്നത് പഴയ വോളിബോൾ താരമായ KC ഒരു സ്മാഷിൽ ആണ് ഇപ്പോൾ അടിച്ചിരിക്കുന്നതെന്നാണ്. ഈ വലിയൊരു സ്മാഷാണ്. കാരണം അവരുടെ ഈ പ്രതീക്ഷകളായിരുന്നു ഈ ആലപ്പുഴയിൽ അങ്ങ് സ്മാഷിലൂടെ തകർക്കുന്നതാണ്. കനലൊരു തരിയായിരുന്നു, അത് കെടുത്താൻ പോവാണ്. കനലൊരു തരിയായിരുന്നു, അത് കെടുത്താൻ പോവാ. അതിനകത്തുള്ളത് കാര്യം, എന്നെ സംബന്ധിച്ചിടത്തോളം ആലപ്പുഴയിലേക്ക് മടങ്ങി പോവുക എന്ന് പറയുന്നത് എനിക്ക് എൻ്റെ ഏറ്റവും കൂടുതൽ സന്തോഷം പകരുന്ന, വികാരപരമായിട്ടുള്ള ഇഷ്ടമുള്ള കാര്യമാണ്. അതിൽ ഞാനിപ്പോൾ തുറന്നു പറയാമല്ലോ, ഞാനവിടെ MP ആയിരുന്ന കാലഘട്ടത്തിൽ CPM, BJP അല്ലെങ്കിൽ അങ്ങനെയുള്ള രാഷ്ട്രീയം കാണിച്ച് അമിതമായ അതിപ്രസരം കാണിച്ചിട്ട് എൻ്റെ MP പ്രവർത്തനങ്ങളോ MLA പ്രവർത്തനങ്ങളോ മന്ത്രി പ്രവർത്തനങ്ങളോ ഉണ്ടാകുന്ന ആളല്ല. അത് അവർക്കെല്ലാം പറയാം. വീട്ടിൽ ആർക്കും വേണമെങ്കിലും വരാം, ഏത് പാർട്ടിക്കാർക്കും വേണം. എല്ലാ പാർട്ടിക്കാരുടെയും പ്രശ്നങ്ങൾ കേൾക്കും. അതിനകത്ത് ഒരു സ്ക്രീനിങ്ങും എൻ്റെ ഭാഗത്തുണ്ടാവാറില്ല. അത് ആലപ്പുഴയിൽ എല്ലാവരും സമ്മതിക്കുന്നതാണ് വിശ്വാസം. അപ്പോൾ അതുകൊണ്ട് ഇതിലും വലിയ തെരഞ്ഞെടുപ്പായിരുന്നു 2019. അന്ന് അങ്ങ് മത്സരിച്ചില്ല. അപ്പോൾ ഇപ്പോൾ ഈ ഒരു MP ആണ്, ആ MP ആയിട്ട് പോലും പോയി മത്സരിക്കുന്ന, വലിയ എന്തൊക്കെയോ കിട്ടാൻ വേണ്ടി പോകുന്ന ഇതാണ്. ഒന്നാണ്. അതിൻ്റെ കൂടെ പ്രതിപക്ഷ ചോദ്യം ഈ പറഞ്ഞ ഇപ്പോഴും വരുന്ന ആരോപണമാണ്. ഒരു രാജ്യസഭാ സീറ്റ് നഷ്ടപ്പെടുത്തുന്നു 3 കൊല്ലത്തെ കാലയളവിൽ, അത് BJPക്ക് നൽകുന്നു എന്നൊക്കെ ഉള്ളത്. 3 കൊല്ലമില്ല, 4 വർഷം. 2 വർഷമുണ്ട്. അതിനകത്ത് ആ ചോദ്യത്തിനുള്ള മറുപടി തന്നെയാണ് ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പ് 2019-നേക്കാൾ ക്രൂഷ്യലാണ്. കാരണം നിങ്ങൾ മനസ്സിലാക്കണം, ഇന്ന് ഇന്ത്യ രാജ്യത്ത് ഏത് പൊളിറ്റിക്കൽ പാർട്ടിക്ക് ഒരു ലെവൽ പ്ലേയിങ് ഫീൽഡുണ്ട്. ഈ ഗവൺമെൻറ്റിനെ എതിർക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഞങ്ങളുടെ ഇലക്ട്രൽ ബോർഡ് ഞങ്ങളുടെ ഫണ്ടിൻ്റെ പ്രശ്നം തന്നെ. കോൺഗ്രസ് പ്രിൻസിപ്പൽ ഓപ്പോസിഷൻ പാർട്ടിയല്ലേ? തെരഞ്ഞെടുപ്പിന് ഒരാഴ്ച മുമ്പാണോ 2019 കേസെടുത്ത് പൊക്കിയിട്ട് ഞങ്ങളുടെ അക്കൗണ്ടുകൾ മരവിപ്പിക്കേണ്ടത്? ഇലക്ഷന് വൈറ്റ് മണി എന്തായാലും കൊടുക്കാതെ നമുക്ക് പറ്റില്ലല്ലോ. ഇത് കൊടുക്കാൻ ഞങ്ങൾ 250 കോടിയിൽ ഒരു ഉറുപ്പിക ഇപ്പം ഞങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നില്ല. വലിയ ബുദ്ധിമുട്ടിലാണ് ഞങ്ങൾ. ഇത് എന്താണ് ടാർഗറ്റ്? ഇലക്ഷൻ കമ്മീഷന് ഒരുപാട് പരാതി കൊടുത്തു. ഇപ്പൊ രാഹുൽ ഗാന്ധിക്ക് മാത്രമേ ഇലക്ഷൻ കമ്മീഷൻ നോട്ടീസ്. ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം. IT, ED. ഞാൻ ചോദിക്കട്ടെ, എത്ര പേരുടെ എതിരായിട്ട് BJPക്ക് എതിരായിട്ട് ആരോപണങ്ങളുണ്ട്? ഒരു BJPക്കാരനെ തൊടുന്നുണ്ടോ? എല്ലാവരുടെ വീട്ടിലും റെയ്ഡാണ്. ഒരു പ്രസ്താവന മോഡിക്കെതിരെ വന്നാൽ പിറ്റേന്ന് അവരുടെ വീട്ടിലേക്ക് റെയ്ഡാണ്. മാധ്യമങ്ങൾ, ഞാൻ ചോദിച്ചോട്ടെ, സത്യസന്ധമായി റിപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന മാധ്യമപ്രവർത്തകർക്ക് അത് നിർഭയമായി ചെയ്യാനുള്ള ഒരു ലെവൽ പ്ലേയിങ് ഫീൽഡ് ഉണ്ടോ ഇന്ത്യയിൽ? തുറന്നു പറയാൻ നമുക്ക് ഇല്ല. അപ്പം അതുകൊണ്ട് ഞങ്ങളെ പോയിന്റ്, ഞാൻ അതിന് മറുപടി പറയുന്നത്, ഈ തെരഞ്ഞെടുപ്പ് ഞങ്ങളെ സംബന്ധിച്ച് ക്രൂഷ്യലാണ്. ലോക്സഭാ ഇലക്ഷനാണ് പ്രധാനമന്ത്രി ആരാണെന്ന് തീരുമാനിക്കേണ്ടത്. ലോക്സഭാ ഇലക്ഷനാണ് ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കേണ്ടത്. അപ്പോൾ ഓരോ സീറ്റും കൂട്ടുക എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ ടാർഗറ്റ്. അതിലേക്ക് ആലപ്പുഴയിൽ മത്സരിക്കാൻ ഞാൻ വേണമെന്ന് പാർട്ടിയിലെ എല്ലാ നേതാക്കന്മാരും ഒരുമിച്ച് പറയുമ്പോൾ 2 കൊല്ലത്തെ രാജ്യസഭാ കാലാവധിയുണ്ട്, അതുകൊണ്ട് വിടില്ല എന്ന് പറയുന്നത് ശരിയല്ല എന്നുള്ളതുകൊണ്ടാണ്. 2 കൊല്ലം കഴിഞ്ഞാൽ അത് BJPക്ക് ഉറപ്പായിട്ടും പോകുന്ന സീറ്റ്. മറ്റൊരു വിഷയം, ചോദ്യത്തിന് ഈ വലിയ എന്തൊക്കെയോ കിട്ടുമെന്നൊക്കെയാണ് പറയുന്നത്. കാരണം ഈ അതൊക്കെ ലക്ഷ്യം വെച്ചാണ് അങ്ങ് മത്സരിക്കുന്നത്. എന്നോട് ഞാൻ ഒരു കാര്യം പറയട്ടെ, എൻ്റെ ജീവിതത്തിൽ എനിക്ക് എൻ്റെ പാർട്ടി തരാവുന്ന എല്ലാ സ്ഥാനങ്ങളും ഒരു കണ്ണൂർ എന്ന് പറഞ്ഞൊരു കൊച്ചു ഗ്രാമത്തിൽ ഒരു സാധാരണ കൃഷിക്കാരൻ്റെ മോനായിട്ട് ജനിച്ചിട്ട്
എനിക്ക് കേംബ്രിഡ്ജ് വിദ്യാഭ്യാസമോ ഓക്സ്ഫോർഡ് വിദ്യാഭ്യാസമോ ഒന്നുമില്ല. മാതമംഗലം സർക്കാർ സ്കൂളിൽ പയ്യന്നൂർ സർക്കാർ കോളേജ് പോലെ കോളേജിൽ പഠിച്ചിട്ട് വന്ന് ഞാൻ ഇതുവരെയൊക്കെയായി. എനിക്കൊറ്റ ആഗ്രഹമുള്ളൂ, മരിക്കുന്നത് വരെ മരിക്കുമ്പോൾ ഈ പതാക വെച്ചിട്ട് മരിക്കണം, കോൺഗ്രസിൻ്റെ പതാക. അല്ലാതെ വേറെ ആഗ്രഹമുണ്ട്. അല്ല ഇതിൽ വേറെ ഞാൻ സിൻസിയറായിട്ടാണ് പറയുന്നത്. പല കോൺഗ്രസ് അതുകൊണ്ട് ഏതെങ്കിലും സ്ഥാനം വരുന്ന വെച്ചിട്ട് പോകുന്ന ഒരാളല്ല.